ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾക്ക് ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പം ഞങ്ങളിതാ ബസ്സിൽ പോവാണ് കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അക്ഷയയിലേക്ക് പോകണം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഏകദേശം 3:45 ഉള്ളൂ. നല്ല വെയിലുണ്ട്, കണ്ണിലൊക്കെ വെയിലിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചെരുപ്പ് അയച്ചിടാണ്. ഇവിടെ ഒന്നും അധികം വീടെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കമ്മൽ മാറ്റി. ഞാനിവിടെ പുറത്തിട്ടാട്ടോ. എനിക്ക് ഉടുക്കാൻ തോന്നില്ല. ഇവിടെ പോരക്കണം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കണം. ഉള്ളിൽ നിന്ന് എനിക്കൊന്നും പറയാൻ വായിന്നൊന്നും വരുന്നില്ല. അതാണ് ഞാൻ ജസ്റ്റ് വായി അനക്ക മാത്രം ചെയ്തത്. അമ്മ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അക്ഷയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അക്കാഡി സ്പൈസി ഫ്രൈഡ് തുറന്നിട്ടില്ലാന്നേ ഉള്ളൂ, ജസ്റ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ വന്നിട്ടുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്, അരി മേടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞത് സൂപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, എനിക്ക് മാറിപ്പോയതാണ്. ഷോപ്പിംഗ് കോംപ്ലക്സാണ്, വലിയതാണ്. അപ്പുറം ഉണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബാക്ക് സൈഡാണ്. ഫ്രൈഡ് ചിക്കൻ തുറന്നില്ല, ഞാനിതുവരെ കണ്ടില്ല കഴിച്ച്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. ചെറുക്കുന്ന തറയാണ് കഴിച്ച്. ഇവിടെ നമ്മൾ അരി മേടിക്കാൻ കേട്ടോ. ഡ്രസ്സിൻ്റെ വള്ളി പിടിച്ച് ശരിക്കാണ് കഴിച്ചത്. അമ്മ അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് റേഷൻ പീടികയുടെ മുമ്പ് തന്നെയുള്ളൊരു ചിക്കൻ കടയിൽ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഉള്ളിൽ കൂടിൽ കുറേ കോഴി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, പാവല്ലേ, ഇനി എന്തിനാ കൊല്ലുന്നതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നീ കഴിക്കണ്ട. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കൺവിൻസ് ചെയ്തു. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളെ കണ്ടു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അരിയും ചിക്കനും മേടിച്ചു. സംഭവം കാണിച്ചു തരാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? അപ്പം ഞങ്ങൾ വൈകുന്നേരം ചായക്ക് കടിയിട്ട് നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അത് അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്ക് കൺഫ്യൂഷനായി. ലാസ്റ്റ് ഞങ്ങൾ പോക്കറ്റ് ഷവർമയാണ് കേട്ടോ മേടിച്ചത്. അത് ഓപ്പൺ ആയിട്ടുള്ളതുണ്ടായിരുന്നു, ക്ലോസ്ഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ടുള്ള മേടിച്ചാൽ വീട്ടിലെത്തുമ്പോഴത്തേക്കും മുഴുവൻ പോകുമെന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുള്ള മേടിച്ചു കേട്ടോ. അതിലെന്തൊക്കെയോ കാബേജും ഇതൊക്കെയായിരുന്നു ഉണ്ടായത്. അതാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ. ഞാനിപ്പോൾ തൊട്ട് കാണിച്ചില്ലേ, അതാണ് മേടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ദാഹം. അപ്പം അമ്മേനോട് ചോദിച്ചു വെള്ളം എടുത്തോ. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ നമുക്കൊരു ലൈമ് കുടിക്കാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ലൈമ് കുടിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ അവിടെയുള്ള അച്ചച്ചൻ അവിടെ നിന്ന് ലൈമാക്കുന്നുണ്ട്. നാരങ്ങ ഒഴിച്ച് പിന്നെ എന്തോ വെള്ളമൊക്കെ ഒഴിച്ച് കലക്കി ഞങ്ങൾക്ക് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയ തണുപ്പും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ദാഹിച്ചുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുടിച്ചു. ഞങ്ങൾ 3 മേടിച്ചു, ഒന്ന് അമ്മയ്ക്ക് ഒന്ന് എനിക്ക്. എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണും നിങ്ങൾ തെറ്റിയിരിക്കുന്നത്. ഞാൻ 2 കയ്യിൽ വെച്ചിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. അപ്പോൾ അമ്മയോട് പിക്കി പറയുന്നു.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ലൈം കുടിച്ചു. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. എനിക്ക് ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും മാറിപ്പോയിട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. ഫോണൊക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പിലെത്തി. ഇനി ബസ് വരാൻ കുറേ കാത്തിക്കണം ഗൈസ്. കണ്ണൂർ ഭാഗത്തേക്കേ ബസ്സുള്ളൂ, കളിപ്പുറം ഭാഗത്തേക്ക് ബസ് കുറവാണ് ഗൈസ്. ആ ബസ് വന്നു. അപ്പം ഞാൻ ബസ് കയറട്ടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ടോ. ഞാൻ ബസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ബസ് വന്നു. അപ്പോൾ അത് അവിടെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാനിതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ, ഇതിലത്തെ പാട്ട് കേട്ട യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് കോപ്പിറൈറ്റും കൊണ്ടുവരും ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അത് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് കേട്ടോ. ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 100 മീറ്റർ ഗൈസ്, ഇത്രേ ഉള്ളൂ. മാവൊക്കെ പൂച്ച് നിൽക്കാനായില്ലല്ലോ. എന്തായി ഇനി ലൈബ്രറി പോകണം. ബുക്ക് മാറ്റാനുണ്ട് ഗൈസ്. ഞാൻ ബുക്കൊക്കെ എടുത്തിട്ടാണ് വന്നത്, പക്ഷേ ലൈബ്രറി തുറന്നിട്ടില്ല. 5 മണിയാകുമ്പോൾ തുറക്കും. അപ്പം നമുക്കൊരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം നമ്മളൊരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് നീലാക്കുളത്ത് നടക്കാനുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. ഒരു 5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 5:35 ആകുമ്പോഴത്തേക്ക് 10 മിനിറ്റൊന്നും ഇല്ല ഗൈസ്, 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ബുക്കൊക്കെ മാറ്റിച്ചാൽ 2 ബുക്കുണ്ട്. 2 ബുക്ക് ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റെയിൻബോ മാജിക് എന്ന് പറഞ്ഞ ബുക്കും ഡബിൾ റെയിൻബോ എന്ന് പറഞ്ഞ ബുക്കും ഒരു ഗുഡ് നൈറ്റ് സ്റ്റോറീസിൻ്റെ ബുക്കും കേട്ടോ. ഞാൻ ഡബിൾ റെയിൻബോ ഞാൻ വായിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അത് എറണാകുളത്തുള്ള ആരോ അങ്ങനെ എന്തോ എഴുതിയതാണ്. അപ്പം മലയാളത്തിൻ്റെ എന്തൊക്കെയുണ്ട്, എലിവാലി അങ്ങനെ ഇങ്ങനെയുള്ള ഇംഗ്ലീഷാണ് കഥ, പക്ഷേ അതിൽ പകുതി പഠിച്ചു മലയാളമാണ്. അതുകൊണ്ട് എനിക്കൊന്നും തലയ്ക്ക് കയറുന്നില്ല. ഒന്നിക്കിൽ ഇംഗ്ലീഷ് അല്ലെ മലയാളം. ഇത് മംഗ്ലീഷ് ആയപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനതിൽ കുറച്ച് തരിയുള്ള ബുക്കാണ്. ഞാൻ എങ്ങനെയാണ് അത് വായിച്ചു തീർത്തതെന്ന് എനിക്കറിയുള്ളൂ. ഞാനല്ല അതെടുത്തത്, എൻ്റെ കസിനാണ് എടുത്തത്, എൻ്റെ അനിയനാണ്. അപ്പം അവനാണ് എടുത്തത്. അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവനാണ് എടുത്തത്. അപ്പം അവൻ വായിച്ചിട്ട് എനിക്ക് തന്നു. ഞാൻ പിന്നെ വെറുതെ കളയെന്ന് വെച്ചിട്ട് ഞാനും വായിച്ചു. പക്ഷെ ഒക്കെ ഒന്നും മനസ്സിലായില്ല. നല്ല മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം ഗൈസ്, ഞങ്ങൾ വീട് തുറക്കാൻ വേണ്ടി അടിയാണ് കാണുന്നത്. എൻ്റെ അനിയന് തുറക്കണം എന്ന് അവൻ പറയുന്നത്, പക്ഷെ അവന് തുറക്കാനും അറിയില്ല ഗൈസ്. അയ്യോ, ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. കമ്മൽ മാറ്റി ഞാൻ പറഞ്ഞത് ഇത് ചെറിയ കമ്മലായിരുന്നു. അത് ഞാൻ കുറച്ച് വലിയത് എടുത്തിട്ടാണ്. അല്ലാണ്ട് കമ്മലിൻ്റെ മോഡൽ മാറ്റിയതല്ല കേട്ടോ. ഗൈസ്, അങ്ങനെ വാതിൽ തുറന്നിരിക്കുന്നു. നമുക്കുള്ളിലേക്ക് കയറാം. അയ്യോ, ഇനി കുറച്ച് കഴിയുമ്പോൾ ലൈബ്രറി പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഗൈസ്, ഞാൻ കാപ്പി വെക്കാൻ പോവാണ് കേട്ടോ. ചുക്കാപ്പി വെക്കാനാണ് പറഞ്ഞത്. ശർക്കരയില്ല, അതുകൊണ്ട് പഞ്ചസാര ഇടാൻ പോവാം. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പ്രൊഫഷണലാണ്, വെള്ളം അധികത്ത്. ഇപ്പം ഞാൻ കാപ്പി വെക്കട്ടെ. വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടാം. നല്ല കാപ്പി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് മേടിച്ച സ്നാക്ക് പോക്കറ്റ് ഷവർമ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചായ കുടിക്കാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ചിത്തരാം. ഫാനിട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ലൈബ്രറിക്ക് പോവാണ്. ലൈബ്രറിക്കും പോകണം. പിന്നെ നേരത്തെ വാങ്ങിച്ച അരിയില്ലേ, അത് പൊടിക്കാൻ വേണം.
എൻ്റെ അനിയൻ എന്തോ പറയാനുണ്ട്. പറ. ഫ്രണ്ട്സ്, നമ്മൾ ലൈബ്രറിയിൽ എത്താറായി. മില്ലിൽ പോയപ്പോൾ മില്ല് തുറന്നില്ല. അപ്പോൾ കുറച്ചുകൂടി പോയ വേറൊരു മില്ലുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലെത്തി. ബുക്ക് കൊടുത്തിട്ട് മാറ്റണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിലെത്തി. ഞാൻ മുമ്പൊക്കെ ഒരു ബുക്ക് വാങ്ങിച്ചാൽ ആ ദിവസം തന്നെ വായിച്ചു തീർക്കും ഗൈസ്. അതായിരുന്നു എൻ്റെ സ്വഭാവം. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ലേസി ആയി ഗൈസ്. ഞാനിപ്പോൾ അങ്ങനെ വായിക്കാറില്ല. അങ്ങനെ ഞാൻ ആ 2 ബുക്ക് അവിടെ കൊടുത്തിട്ട് വേറൊരു ബുക്ക് എടുക്കാൻ നോക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ബുക്കാണ് ഭേദം എടുക്കേണ്ടത് മനസ്സിലാവില്ല. അത് എപ്പോൾ വന്നാലും കുഴപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ പരുതുന്ന ജെറോണിമോ സ്റ്റിൽട്ടൻ്റെ ബുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ വിംപിക്കിഡ് വായിക്കുന്നതാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വിംപിക്കിഡ് വായിച്ചിട്ടുണ്ട്. ഒരു 2-3 എഡിഷനൊക്കെ വായിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒന്നുണ്ട്. ഞാൻ ലൈബ്രറിയിൽ നിന്നാണ് അധികം വായിച്ചത് കേട്ടോ. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. നിങ്ങൾക്ക് വിംപിക്കിഡ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതോ ജെറോണിമോ സ്റ്റിൽട്ടൻ ഫാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. നല്ല എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പരുതാണ്. ഞാനാണെങ്കിൽ അത് പരുതിയിട്ട് കാണുന്നില്ല. എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പരുതി. അപ്പം ലാസ്റ്റ് അമ്മ എനിക്ക് കാണിച്ചു തന്നതാ നീ പരുതുന്ന ബുക്ക് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അത് എടുത്ത് കൈ പിടിച്ച് ഇനിയും വേണമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, കാരണം ഇത് വായിച്ച് കഴിഞ്ഞിട്ട് വന്ന് കൊടുത്തിട്ട് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ബുക്കാണ് വാച്ച് യുവർ വിസ്കേഴ്സ് സ്റ്റിൽട്ടൺ എന്നും പറഞ്ഞിട്ട്. നല്ല രസമുണ്ട്. ഞാനിപ്പോഴും വായിച്ച് തീർന്നില്ല. ഞാൻ രാത്രി കിടക്കുമ്പോൾ കേട്ടോ വായിക്കുക. കിടക്കുമ്പോൾ വായിച്ചുകൊണ്ട് ഉറങ്ങുകയാണ് ചെയ്യുക. ഈ ബുക്കും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ദ കേസ് ബുക്ക് ഓഫ് ഷെർലക് ഹോംസ്. ഞാൻ ടോംസ് എന്നാണ് പറയുന്നത് ഗൈസ്, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ അരി പൊടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഞങ്ങൾ പോകുമ്പോഴാണെങ്കിൽ അത് പൂട്ടാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന കണ്ടപ്പം അവിടുത്തെ ആ ചേട്ടൻ ഒന്നുകൂടി കടയൊക്കെ തുറന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പൊടിക്കുകയാണ്. ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പൊടിച്ച് കഴിയലും കറണ്ട് പോകലും ഗൈസ്. ഞങ്ങൾക്ക് വേണ്ടി കറണ്ട് കാത്തു നിന്നത് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് മേടിച്ച് പോവുകയാണ്, വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. നെക്സ്റ്റ് നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ എന്തൊക്കെയാണ് മേടിച്ചത്. ഞങ്ങളെ വീട്ടിലൊരു അതിഥി വരാനുണ്ടായിരുന്നു, ഒരു ഗസ്റ്റ് വരാനുണ്ടായിരുന്നു. പക്ഷേ അവർ വന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം കഴിച്ചു. അങ്ങനെ വിളക്കെണ്ണയും ചന്ദനത്തിരിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വലുത് വേണോ ചെറുത് വേണോ എന്ന് പറയുന്നത്. ഞാൻ വലുത് മേടിച്ചാൽ ഫുള്ള് മറിച്ച് കളയും. അതുകൊണ്ടാണ് നമുക്കൊരു പേടി ഗൈസ്. ഞാനാണ് വിളക്ക് എത്തിക്കുന്നത്, അപ്പം ഞാൻ മറിച്ച് കളയും. അപ്പം ഞാൻ ഈ ചന്ദനത്തിരി മേടിച്ചിട്ടുണ്ട്. ബില്ലടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ്. ഒരു തൈര് മേടിച്ചിട്ടുണ്ട്. എന്തോ ചിക്കൻ്റെ കൂടെ ആക്കാനാണ് വേണ്ടിയിട്ടാണ്. പരിപാടികളൊക്കെ പൂർത്തിയായി. അപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.